ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂഡി ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നില അതീവ സങ്കീർണമായി തുടരുകയാണെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ. പാപ്പായ്ക്ക് ശ്വാസകോശമായ അസുഖങ്ങളൊക്കെയായിരുന്നു. അതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഫെബ്രുവരി 14 അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ശ്വാസകോശമായ അസുഖത്തെ തുടർന്ന്. അതായത് ഫെബ്രുവരി 14 അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന റോമിലെ ജെമല്ലി ആശുപത്രിയിലാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച ശ്വാസകോശത്തിൽ അണുബാധ ഉണ്ട് എന്ന് കണ്ടെത്തുകയും പിന്നീട് അത് ന്യൂമോണിയ ബാധിച്ചതായിട്ട് ഒടുവിൽ സ്ഥിരീകരിച്ചു. 2 ശ്വാസകോശത്തിലും ന്യൂമോണിയ ബാധിച്ചായിട്ട് സ്ഥിരീകരിച്ചു. അങ്ങനെ അതീവ സങ്കീർണമായിട്ട് അദ്ദേഹത്തിൻ്റെ അവസ്ഥ തുടരുകയാണെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. അതോടൊപ്പം അദ്ദേഹം വിശ്വാസികളോട് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. സഭാചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ മാർപ്പാപ്പമാരിൽ ഒരാളാണ് ഇദ്ദേഹം. 88 വയസ്സാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന് പ്രായമെന്ന് പറയുന്നത്. ഇദ്ദേഹം ജനിച്ചത് 1936 ഡിസംബർ 17 ഇദ്ദേഹം അർജൻറ്റീനയിലാണ് ഇദ്ദേഹം ജനിച്ചത്. 1936 ഡിസംബർ 17. സഭാചരിത്രത്തിലെ 266 മാർപ്പാപ്പയാണ് ഇദ്ദേഹം. 266 മാർപ്പാപ്പയാണ് ഇദ്ദേഹം. 2013 ഇദ്ദേഹം സ്ഥാനമേറ്റതും. ഇപ്പോൾ തുടർച്ചയായിട്ട് 12 വർഷമായിട്ട് ഇദ്ദേഹം ഇങ്ങനെ പദവിയിലിരിക്കുകയാണ്. പോപ്പെന്ന പദവിയിലും സഭയിൽ തന്നെ ഏറ്റവും ഉയർന്ന സ്ഥാനം പോപ്പെന്ന പദവിയിൽ. 2013 ബെനഡിക്ട് 16 മാർപ്പാപ്പയ്ക്ക് ഇതുപോലെ വാർദ്ധക്യത്തെ തുടർന്ന് പിന്മാറിയപ്പോഴാണ് ഇദ്ദേഹം ചുമതലയേറ്റതും. 2013 ചുമതലയേറ്റത്. അങ്ങനെ ഇദ്ദേഹത്തിന് ഓൾറെഡി ചെറുപ്പം മുതൽ തന്നെ ശ്വാസകോശമായ അസുഖങ്ങളുള്ളതായിട്ടാണ് പറയുന്നത്. അതായത് 21 വയസ്സിൽ തന്നെ ഇദ്ദേഹത്തിന് ശ്വാസകോശമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ചെറുതായിട്ടൊരു ശ്വാസകോശത്തിൻ്റെ ഒരു അവയവമൊക്കെ നീക്കം ചെയ്ത്, ചെറിയ ഒരു ഭാഗമൊക്കെ നീക്കം ചെയ്തുവെന്നാണ് നമുക്കിങ്ങനെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ പഴയ ചരിത്രത്തിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഇദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ്. അപ്പോൾ അതേ തുടർന്ന് തന്നെ ഇദ്ദേഹം ദുർബലനാവുകയും പിന്നീട് ശ്വാസകോശമായ അസുഖങ്ങൾ ഇദ്ദേഹത്തെ തുടർച്ചയായിട്ട് അലട്ടിയിരുന്നു. ഇപ്പോൾ ആ ഒരു ഇത് തന്നെയാണ് ഇപ്പോൾ ഈ പ്രായമായ സമയത്തും ഇദ്ദേഹത്തെ വേട്ടയാടുന്നത്. അങ്ങനെ 2 ശ്വാസകോശങ്ങളിൽ ന്യൂമോണിയ ബാധിച്ചിരിക്കുകയാണ്. ന്യൂമോണിയ ബാധിച്ചതോടുകൂടി പച്ച, മഞ്ഞ കളറ്, അതോടൊപ്പം രക്തം കലർന്ന കഫം, ഈ കളറിലുള്ള കഫം, അതോടൊപ്പം പനി, ചുമ എന്നിവയാണ് ഇദ്ദേഹത്തിൻ്റെ ലക്ഷണങ്ങളെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ഏതായാലും വിശ്വാസികളോടെല്ലാം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അത്ര നല്ല റിപ്പോർട്ടുകളല്ല റോമിൽ നിന്നും പുറത്തു വരുന്നത്. റോമിലെ ജെമല്ലി ഹോസ്പിറ്റലാണ് ഇദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത്. ഫെബ്രുവരി 14 ഇദ്ദേഹത്തെ ശ്വാസകോശമായ അസുഖങ്ങളാൽ അഡ്മിറ്റ് ചെയ്യുകയും തിങ്കളാഴ്ച അതിൽ അണുബാധ കണ്ടെത്തുകയും ഒടുവിൽ ന്യൂമോണിയ ആണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തത്. 2 ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിച്ചിരിക്കുകയാണ്. സഭാചരിത്രത്തിലെ 266 പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹത്തിൻ്റെ സ്ഥിതി അതീവ സങ്കീർണമായി തുടരുന്നു. അതോടൊപ്പം വത്തിക്കാനിലേക്ക് അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളൊക്കെ ഇങ്ങനെ വിശ്വാസികൾ നടത്തി വരികയാണ്. അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളും ഇതൊക്കെ ന്യൂസുകളിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ടേക്ക് കെയർ, ബൈ.